നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേലിന്റെ സംഹാര താണ്ഡവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസിന് ഒരുവിധം മുച്ചൂട് മുടിപ്പിച്ച ശേഷമാണ് ഇനി ലെബനനിലുള്ള ഹിസ്ബുള്ളകൾ തുടങ്ങി. ഇനി അവർക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവസാനിപ്പിക്കണമെങ്കിൽ ഇനി ഇസ്രായേൽ തന്നെ കരുതണം. ഹമാസിനോട് പയറ്റുന്ന അതേ തന്ത്രം തന്നെയാണ് ഹിസ്ബുള്ളകളോടും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ തലവന്മാർ, യൂണിറ്റിലെ കമാൻഡർമാർ എന്നിവരെ തേടി പിടിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വ്യാപകമായ ആക്രമണം അരങ്ങേറിയിട്ടുള്ളത്. തെക്കൻ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത ഫീൽഡ് കമാൻഡർമാരെ വധിച്ചെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. മുഹമ്മദ് മൂസ സലാഹ്, ഐമാൻ മുഹമ്മദ് നബൂൽസി, ഹജ് അലി യൂസഫ് സലാഹ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ 2 വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടതെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി. തെക്കൻ ലെബനനിലെ ഗ്യാം മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറായ മുഹമ്മദ് മൂസ സലാഹ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഗോലാൻ കുന്നുകൾ, അപ്പർ ഗലീലി എന്നിവയുൾപ്പെടെ ഇസ്രായേലിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് 2500-ലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലെബനനിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് മൂസ സലാഹ് എന്ന് ഇസ്രായേൽ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയ ഐമാൻ മുഹമ്മദ് നബുൽസി കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെ ഉയർന്ന റാങ്കിലുള്ള ഹിസ്ബുള്ള ആന്റി ടാങ്ക് കമാൻഡറാണ് ഐമാൻ മുഹമ്മദ് നബുൽസി. ഹിസ്ബുള്ളയുടെ മറ്റൊരു ഫീൽഡ് കമാൻഡർ ഹജ് അലി യൂസഫ് സലാഹ്, ഗജർ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച മറ്റൊരു മുതിർന്ന കമാൻഡർ എന്നിവരെയും വ്യോമാക്രമണങ്ങളിൽ വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചും ഇസ്രായേലിന്റെ സൈനിക ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇത് അറിയിച്ചത്. പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള തീരുമാനം എപ്പോഴാണ് എടുത്തതെന്ന് കാറ്റ്സ് വ്യക്തമാക്കിയിട്ടില്ല. വിപുലീകരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും നൽകിയിട്ടില്ല. തെക്കൻ ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയെ പുറത്താക്കാൻ കഴിഞ്ഞ മാസം ആദ്യം ഇസ്രായേൽ ലിമിറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഇസ്രായേൽ സൈന്യം വിശേഷിപ്പിച്ചതിന് നേരെ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലും ഏകദേശം 20 ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടന്നു. ഒരു വെടിനിർത്തലിലും ഇസ്രായേൽ സമ്മതിക്കില്ലെന്ന് പുതുതായി നിയമിതനായ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ, അതായത് ഏകദേശം 12 മൈൽ അകലെയാണ് ലിറ്റാനി നദി. തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ടും ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന്റെ ഭാഗങ്ങൾക്കെതിരെ ദിവസേന റോക്കറ്റുകളുടെ ആക്രമണം നടത്തുകയും ഇസ്രായേലി നഗരങ്ങൾക്കെതിരെ ഡ്രോണുകൾ വിക്ഷേപിക്കുകയും ചെയ്യുന്നു. ബുധനാഴ്ച ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 50ഓളം പ്രൊജക്ടൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രായേലിനും സൈന്യത്തിനുമെതിരെ കുറഞ്ഞത് 20 ആക്രമണങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ടെന്ന് ഹിസ്ബുള്ള ബുധനാഴ്ച പറഞ്ഞു. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ നയീം ഗാസിം ബുധനാഴ്ച ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച കൈയക്ഷര കത്തിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ പോരാളികളെ പിന്തുണ അറിയിച്ചുകൊണ്ടും പ്രശംസിച്ചിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം സാധാരണക്കാർക്ക് കനത്ത നാശനഷ്ടം വരുത്തുന്നതും തുടരുകയാണ്. ലെബനനിലെ പല പട്ടണങ്ങളിലുമുള്ള വ്യോമാക്രമണത്തിൽ ഞായറാഴ്ച മുതൽ കുറഞ്ഞത് 20 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ മകൻ നടത്തിയ പ്രസ്താവനയും ഏറെ ചർച്ചയാവുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണമായിട്ടാണ് മകൻ യായിർ നെതന്യാഹു രംഗത്ത് വന്നത്. ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റു വേട്ടയാടുകയും ചെയ്യുന്നതായും അദ്ദേഹം ആരോപിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടെയാണ് യായിർ ഗുരുതര ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് യായിർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ. കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട്. എന്നാൽ ഷിൻബത്തും സൈന്യവും ചേർന്ന് അത്തരമൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും യായിർ പറഞ്ഞു. 1960കളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണിപ്പോൾ ഇസ്രായേലിലുള്ളത്. തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻബത്ത് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ഇന്റലിജൻസ് ഓഫീസർമാർക്കും ഹമാസിനേക്കാൾ ദുരിതം സൃഷ്ടിക്കുന്നത് ഷിൻബത്താണെന്നും യായിർ തുടരുന്നു. ഒരു കാര്യവുമില്ലാതെ IDF ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരാണ് ഷിൻബത്ത്. ഗാസയിലെ ഡോക്ടറായ ഡോക്ടർ മെൻഗ്ലെയെയും
നിരവധി ഭീകരവാദികളെയും ജയിലിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒക്ടോബർ 7 നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഹമാസ് നേതാവ് ഷിൻബത്തിന് വിവരം നൽകിയതായുള്ള മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും യായർ ഏറ്റുപിടിക്കുന്നുണ്ട്. ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇവർക്ക് സിൻവാർ നൽകിയ വിവരമെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇസ്രായേലിലെ ജയിലുകളിൽ അപകടകാരികളായ ആളുകളുണ്ടെന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ ഉപയോഗിച്ച് തങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇവർ വിലപേശുകയാണെന്നും യായർ ആരോപിക്കുന്നു. ദി ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ഉൾപ്പെടെ നടത്തുന്ന ക്യാമ്പയിനുകൾ ഒരുപാട് പരിക്കുണ്ടാക്കിയിട്ടുണ്ടെന്നും യായർ നെതന്യാഹു കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും യുദ്ധം ഇവിടെ നടക്കുന്നതിനിടയിലാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ മകൻ രംഗത്ത് വരുന്നത്.